ഗായ്സ് നമ്മളിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തുണി എടുക്കാൻ വേണ്ടി എസ്പാരത് വരെ പോവുകയാണ് കേട്ടോ. അപ്പം വീട്ടിലോട്ട് വന്ന അനിയത്തെയും വിളിച്ച് ഞാനും ഏട്ടനും അനിയത്തിയും കൂടെ രാവിലെ നല്ല മഴയായിരുന്നു. വൈകുന്നേരം മഴയൊക്കെ പെയ്യുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ മഴയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എസ്പാരത്തിലോട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. ഉടുക്കലത്തെ തിരക്കെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, അത്രയ്ക്ക് വൻ തിരക്കുണ്ട്. മറ്റേ തുപ്പാശല്ലായിരുന്നു ഭയങ്കര തിരക്ക്. ഇപ്പം ഈ കൊല്ലം ആണെന്ന് അറിയത്തില്ല, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ഈ കൊല്ലം അതിനേക്കാട്ടി തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി തുണിയൊക്കെ എടുത്തു കേട്ടോ. ഇനി കുറച്ച് തുണിയും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ട്, അതിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം കഴിഞ്ഞല്ലോ ഉത്തരാടത്തിൻ്റെ സമയം ആ ദിവസമായിരുന്നു വന്ന് എടുത്ത്. ഈ കൊല്ലം 2 ദിവസത്തിന് മുമ്പേ വന്ന് എടുത്തിട്ടോ. ഇനി കുറച്ചൊരു കൂടി തുണി എടുക്കാനുണ്ട്, അപ്പോൾ അതും കൂടി എടുക്കണം. പിന്നെ അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ പർച്ചേസ് ചെയ്ത് നേരത്തെ പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു എനിക്കൊന്നൊരു 2:15 ആ സമയത്ത് അങ്ങോട്ട് ചെന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് 8:30-9 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ മന്തി വാങ്ങാൻ വേണ്ടി മന്തി മനസ്സിലോട്ട് വന്ന് മന്തിയും വാങ്ങി. ഞങ്ങൾ പിന്നെ നേരെ ആദ്യമേ മന്തി വാങ്ങാൻ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ മന്തിക്ക് ഓർഡറൊക്കെ ചെയ്തപ്പം ബില്ല് തന്നവർ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അങ്ങനെ അവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ എന്നാ പോളി ടേസ്റ്റാണെന്നറിയാമോ, ഭയങ്കര. അവിടുത്തെ മന്തി കഴിച്ചവർക്കറിയാം നല്ല ടേസ്റ്റുള്ള മന്തിയാണെന്ന്. അങ്ങനെ മന്തിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ 2 കവറ് പാഴ്സൽ മന്തി നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയത് കേട്ടോ. ഒന്ന് ആതിരയും കൊണ്ടുപോയി, ഒന്ന് ഞങ്ങളും കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് പാത്രത്തിനകത്തൊക്കെ ആക്കിയിട്ട് അവിടുത്തെ മയണൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പൊള്ളിയാണ് അവിടുത്തെ മയണൈസ്. എനിക്ക് ആ മയണൈസ് ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ ചിക്കനും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വെന്ത് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കേട്ടോ. അതും അങ്ങോട്ട് എടുത്തിട്ട് ആ മയണൈസിനകത്ത് മുക്കി ആ ഒരു സോസ് ഉണ്ടല്ലോ, ആ തക്കാളിയുടെ സോസ് അതിനകത്തോട്ട് മുക്കിയിട്ട് ആ ചോറ് അങ്ങോട്ട് തിന്നണം. എന്നാ ടേസ്റ്റ് എന്ന് പറയാം. അടുത്ത വീട്ടിൽ കാണാമേ. ബൈ.